ഹലോ, നമ്മുടെ മൂന്നാമത്തെ ദിവസത്തെ മീൻ പിടുത്തമാണ് ഇന്ന് ഇവിടെ കാണുന്നത്. ഇത് കണ്ടില്ലേ സെറ്റപ്പുകൾ. ഇതാ പൊടി മീനാണ് നമ്മളിന്ന് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടല്ലേ, ഈ ചാലിലൂടെ ചറപറാന്ന് ചാടുക. ഇത് നോക്കിയേ, ചറപറാന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഓരോന്ന് പിടിച്ച് ബക്കറ്റിലിടുക. അത്രേ ഇപ്പോൾ എൻ്റെ പണിയുള്ളൂ. ഇതാ ബക്കറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ചാലിലൂടെ ഇങ്ങനെ വരുക, ഒക്കെ ചറപറാന്ന് ചാടുക. ഇത് കണ്ടില്ലേ, ഇതേ ചാടുന്നു. കരയിലൊക്കെ ചാടി ചാടി പോവുക. നമുക്കിവിടെ വേറെ പണിയൊന്നുമില്ല. ഇതിൽ കയറുന്നത് പിടിച്ചിടുക. അപ്പം ഇതിൽ മൊത്തം പരൽ മീനുകളാണ്. ഇത് കണ്ടില്ലേ, പരൽ മീനുകളാണ് കിട്ടുന്നത്. ഇതുപോലത്തെ മീനുകളെ കിട്ടിക്കഴിഞ്ഞാൽ പണ്ട് കുട്ടിക്കാലത്ത് നമ്മൾ കുപ്പിയിലിട്ട് വയ്ക്കും. നല്ല കളറുള്ള മീനൊക്കെ നോക്കിയിട്ട് കുപ്പിയിലിട്ട് വെച്ച് നല്ല ഹോർലിക്സിൻ്റെ ഏതെങ്കിലും നല്ല ബോൺവിറ്റയുടെ ഒക്കെ കുപ്പി എടുത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി അതിനെ കുപ്പിയിലിട്ട് വയ്ക്കും. എന്നിട്ട് അതിന് നല്ലോണം ചോറും റവയൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കുമ്പോൾ നല്ല ചിരിച്ചുകൊണ്ട് പടമായി കിടക്കും. എന്നിട്ട് ആ കുപ്പിയിൽ കഴുകി പിന്നെ നമ്മൾ പിടിക്കാൻ പോകും കേട്ടോ. ഇതൊക്കെയായിരുന്നു പണ്ടത്തെ കുട്ടിക്കാലത്ത് ഓർമ്മ. അതുപോലെയാണ് ഇപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ കുളത്തിൽ നിന്ന് മീൻ ചാടി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും പിടിച്ചിടുക കേട്ടോ ബക്കറ്റിൽ. ഇതും ക്യാമറ ഫോണും ഇതെല്ലാം കൂടി ഒന്നും നടക്കുന്നില്ല. എല്ലാം കൂടി എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. എൻ്റെ കവർ ഫോണിടാൻ വേണ്ടി കവർ കൊണ്ടുവന്നാ നോക്കട്ടെ. അപ്പോൾ ഇതെല്ലാം പിടിച്ചിട്ടിട്ട് ബാക്കി വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇതാ നമ്മുടെ മീനുകളെല്ലാം കിടക്കുന്നുണ്ട്. ബാൽച്ച വലിയ ബക്കറ്റ് എടുക്കുന്നത് ചാടുന്നു ബക്കറ്റിൽ നിന്ന് ഇല്ലേ? ഞാനിപ്പോൾ അതിനെ ഇത് കണ്ടില്ലേ ബക്കറ്റിൽ ചെരുപ്പ് വെച്ച് മൂടിയിരിക്കുക. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം മീനാട്ടോ. ഇതാ അതിങ്ങനെ ചാടണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെരുപ്പ് വെച്ച് മൂടിയിരിക്കുക. ഇനിയും കുറേ നേരം വെയിറ്റ് ചെയ്താൽ ഇതിങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ ഇത്രയും നേരം ഞാൻ അവിടെ പോയി നിന്നു, അതാണ് മീൻ വരാണ്ടിരിക്കുന്നത്. ഇനിയും വരും. അവിടെയൊക്കെ മീനാണ്. ഒക്കെ ഈ കുളത്തിൽ നമ്മൾ വളർത്തിയ കുളത്തുനിന്ന് കയറുക കേട്ടോ. മഴ പെയ്യുമ്പോൾ പുതുമഴ പെയ്യുമ്പോൾ ഇങ്ങനെ വെള്ളം തുറന്നു വിട്ടുമ്പോൾ നേരെ കയറി വരിക. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ ട്രിക്ക്. ഇതൊക്കെ ഓരോ ട്രിക്ക് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മീൻ പിടുത്ത വീഡിയോ ഒക്കെ നല്ല റീച്ച് കിട്ടുന്നതെന്ന് കരുതിയിട്ടാട്ടോ ഞാൻ ബാക്ക് ടു ബാക്ക് ഇടുന്നത്. ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ മീൻ പിടിക്കാൻ വരുന്നത്. അപ്പോൾ ഈ വീഡിയോകളെല്ലാം തീർച്ചയായും ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക. ഇതാണ് നമ്മുടെ ചുമ്മാ നാടൻ മീനിനെ നാടൻ പിടുത്തം, പാലക്കാടൻ പിടുത്തം. ഇതേ ചാടി തുടങ്ങി. നമ്മളിവിടെ അടുത്തിരുന്നാൽ കാണിച്ചു തരാം ചാടുന്നത്. ഇവിടെ വന്ന് ഇങ്ങനെ തിരിച്ചു കുറേ എണ്ണം ഇങ്ങനെ വരും. വന്നിട്ട് ആകെ മൊത്തം കൺഫ്യൂഷൻ ആവുമാർക്ക്. അല്ല അത് പൊങ്ങി. അതന്നെ ഇവിടെ പൊങ്ങിയപ്പോൾ ഞാൻ താത്തിയതാണ്. ഇല്ലില്ല ഓട്ടയില്ല പാൽച്ച. കുറച്ച് മയങ്ങട്ട, അത് മയങ്ങിക്കഴിഞ്ഞാൽ എടുക്കാൻ കിട്ടും. നമ്മുടെ മീൻ ഇവിടെ കുറേ സ്റ്റോക്കായിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിനെ പിടിച്ചിട്ടും രാത്രി ഇതിനെ നമുക്ക് പുളിയോ വർക്കൊക്കെ ചെയ്യാം. ഇല്ലില്ല പോവില്ല. ഇതിലൊരു ലീഡർ ഉണ്ടാവും. ലീഡർ എടുത്ത് ചാടുന്ന കണ്ടിട്ടാണ് ബാക്കിൽ ബാക്ക് ടു ബാക്ക് മറ്റുള്ളവരൊക്കെ ചാടുക. അങ്ങനെ ചാടുമ്പോഴാണ് ഇങ്ങനെ എല്ലാവരും വന്ന് പെടുക. കണ്ട അടിപൊളി കുറേ എണ്ണം കിടക്കുന്നുണ്ട്. ഇതിന് പിടിച്ചാലോ കുറേ ആയില്ലേ, വെയിറ്റ് തൂങ്ങോ. ഇതാ അതിൻ്റെ ഫ്രണ്ടിലും കുറേ ഉണ്ട് കേട്ടോ പാൽച്ച. അത് ഓട്ടയാണ്. അല്ലേ ഓട്ടയല്ല കേട്ടോ, മീൻ കിടന്ന് തിളയ്ക്കുക. അതായത് ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് ചാടാനുള്ള ഇതാണ് മീൻ കാണിക്കുന്നത്. അങ്ങനെ വന്ന് പെടുന്നതാണ് ഇതൊക്കെ. ഇവിടെ എന്താ അവസ്ഥ നോക്കട്ടെ. ഇതിവിടെയൊക്കെ ചാടുന്നുണ്ട് വരമ്പിൽ. ചാടുന്നത് ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കിയോ, ഈ ചാക്കിൽ നിന്ന് എടുത്തെടുത്ത് ചാടുക.
ഒരുത്തൻ ചാടിയാ എല്ലാം കൂടി പിന്നെയും ചാടുക, കണ്ടോ? അവന്മാർ ചാടി തുള്ളി പോയിക്കൊണ്ടിരിക്കുക. നമ്മളൊരു ചാക്കും വെച്ചിട്ടുണ്ട് അവിടെ, എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ കയറി പെടാൻ വേണ്ടിയിട്ട്. അയ്യോ, ഒരുപാടെണ്ണം കേട്ടോ ചാടുന്ന, ചറപറാന്ന് ചാടുക. ആ വരമ്പിൽ നിന്ന് കിട്ടും. നമ്മളിപ്പോൾ നിൽക്കുന്നില്ല എന്തായാലും. അവിടെ നിന്ന് കഴിഞ്ഞാൽ മീൻ വരുന്നത് ബ്ലോക്ക് ആവുമല്ലോ എന്ന് കൊണ്ടാ അവിടെ നിൽക്കാത്ത. എങ്ങനെയുണ്ട് നമ്മുടെ മീൻപിടുത്തം ഇഷ്ടമായി തീർച്ചയായും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇത് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോയും ലൈക്കും പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. വെള്ളം നോക്കണ്ട. അതാ അപ്പുറത്തുകൂടി ഉള്ളിൽ കൂടിയാണ്, അടിയിലേക്ക്. കിട്ടി. ചാക്കിലുണ്ടോ? അതിലും ഇവിടെ കിട്ടി. ഒക്കെ വീണു. അല്ല അത് അവിടുന്ന് വെള്ളം തള്ളുകയാണ് അല്ലേ? വെള്ളം തള്ളുകയാണ്. ഇല്ല മീൻ ഇവിടെയാണ്. മീൻ ഇതാ നിൽക്കണു വെള്ളത്തിൻ്റെ ഫ്രണ്ടിൽ. വെളിച്ചടിച്ചാലും പേടിയൊന്നും ഇല്ല കേട്ടാ. കൊഴുവയാണ്, ഫുള്ള് കൊഴുവയാണ് ഇതാ നിൽക്കണൊക്കെ. ഇതിൻ്റെ മേലെ നിൽക്കണൊക്കെ. ഇത് ഓട്ടയുണ്ടോ? ഇല്ല, ഇതിൽ ഓട്ടയൊന്നുമില്ല. എടുക്കാറായി തോന്നുന്നു കേട്ടോ കാൽച്ച. ഇവിടെ നോക്കി നമുക്ക് എടുത്താലോ? ഇതാ പോരെ? ചെറിയ പക്കത്ത് അതാ അതിൻ്റെ ഉള്ളിൽ ഒരു കൊഴുവ മീൻ കിടക്കും. ചാടുണ്ടായിരുന്നു. വെള്ളം കളയും. പിന്നെയും പോയി അടി. വെളിയിലും കിടക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ നമ്മൾ പിടിച്ചിട്ട് വന്ന മീനിൻ്റെ ഒരു ഭാഗം കുറച്ചെടുത്തുള്ളൂ കേട്ടോ. കുറച്ചെടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചു. ബാക്കി പിന്നെ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിട്ട് വേണം നമുക്ക് കഴിക്കാൻ. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. മീൻ ഫ്രൈ ആണ് കേട്ടോ, കറിയല്ല. ഇതാണ്ടില്ലേ, പൊടിമീനിൻ്റെ ഫ്രൈ ചെയ്തുകൊണ്ട് കുറച്ച് കപ്പ കിട്ടിയതുണ്ട്. അതുകൊണ്ട് കുറച്ച് ചോറ് കൊടുത്ത് നമ്മളിന്ന് കഴിക്കാൻ പോകണം. അടിപൊളിയാണ്. അപ്പോൾ പറഞ്ഞാൽ മറക്കട്ടെ, എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. സീ ദെൻ, ബൈ ബൈ. കപ്പയും മീനും ഇതാ ഇങ്ങനെ ഇട്ടു.